എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാത്ത, പക്ഷെ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒന്ന്: ആശയവിനിമയം. അതെ, കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ആശയവിനിമയം എന്ന് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കുന്നത് എന്താ? നന്നായി സംസാരിക്കാനുള്ള കഴിവ്, അല്ലേ? അതെ, അത് തന്നെ. പക്ഷേ അതുമാത്രമല്ലല്ലോ. സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞൊരു കാര്യമുണ്ട്. സംസാരിക്കാനും കേൾക്കാനും പഠിച്ചതാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങൾക്ക് കാരണമായതെന്ന്. കേൾക്കാനും. അതെ, ആ കേൾവി എന്ന വാക്കിനിവിടെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും ഔദ്യോഗിക ജീവിതത്തിലും വിജയവും പരാജയവും നിർണ്ണയിക്കുന്ന ഒരു നിർണായക ഘടകം തന്നെയാണത്. ശരിയാണ്. നമ്മൾ എപ്പോഴും ഒരാളുടെ കഴിവിനും അറിവിനുമൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ഒരു ഇന്റർവ്യൂവില് അല്ലെങ്കിൽ ഒരു ടീം മീറ്റിംഗില്, അല്ലെങ്കിൽ വീട്ടിൽ പോലും. അതെ, വീട്ടിലൊരു സാധാരണ സംഭാഷണത്തിൽ ശരിക്കും വ്യത്യാസമുണ്ടാക്കുന്നത് എന്തായിരിക്കും? അറിവ് തലച്ചോറിലിരുന്നാൽ മാത്രം പോരല്ലോ, അല്ലേ? അത് പുറത്തേക്ക് വരണം. എക്സാക്ട്ലി. അവിടെയാണ് കമ്മ്യൂണിക്കേഷന്റെ പ്രസക്തി. അറിവും കഴിവും ഒരുപാടുണ്ടായിട്ടും അത് ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രയോജനമില്ലാതെ പോകും. അതെ, നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമാക്കാനും മറ്റുള്ളവരിൽ ഒരു വിശ്വാസമുണ്ടാക്കിയെടുക്കാനും തർക്കങ്ങൾ പരിഹരിക്കാനും എന്തിന് ഒരു ടീമിനെ നയിക്കാൻ പോലും ഈ കഴിവ് അത്യാവശ്യമാണ്. അപ്പോ ഈ ഫലപ്രദമായ ആശയവിനിമയം എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാവല്ലോ, അല്ലേ? വ്യക്തമായി സംസാരിക്കുന്നതും ശ്രദ്ധയോടെ കേൾക്കുന്നതും. തീർച്ചയായും. അതിലാദ്യത്തേത് വ്യക്തതയാണ്, ക്ലാരിറ്റി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ലളിതവും കൃത്യവുമായിരിക്കണം. ഡേവിഡ് ജെറോൾഡ് പറഞ്ഞൊരു കാര്യമുണ്ട്: ഫലപ്രദമായ ആശയവിനിമയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം വ്യക്തതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. അതായത് നമ്മൾ എത്ര ഗംഭീരമായി സംസാരിക്കുന്നു എന്നതിലല്ല കാര്യം. അല്ല, മറ്റുള്ളവർക്കത് എത്ര നന്നായി മനസ്സിലാകുന്നു എന്നതിലാണ്. ആൻഡ്രൂ ബോവ് പറഞ്ഞതും അതുപോലൊരു കാര്യമല്ലേ? ഇന്റൽ സിഇഒ ആയിരുന്ന. അതെ അതെ, നമ്മുടെ സംസാരം എത്ര മികച്ചതാണെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, അത് കേൾക്കുന്നയാളാണ്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. ഒരുപക്ഷെ ഇതിലും പ്രധാനം. എന്താണത്? ശ്രദ്ധയോടെ കേൾക്കുക എന്നത്. ആക്റ്റീവ് ലിസണിംഗ്. പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് മനസ്സിലാക്കാനല്ല, മറുപടി പറയാനാണ്. അതെ, അത് വളരെ ശരിയാണ്. സ്റ്റീഫൻ കോവിയുടെ ആ പ്രശസ്തമായ വാക്കുകൾ ഓർമ്മ വരുന്നു. ഏതാണത്? ഏറ്റവും വലിയ ആശയവിനിമയ പ്രശ്നം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുന്നില്ല എന്നതാണ്. നമ്മൾ മറുപടി നൽകാൻ വേണ്ടിയാണ് കേൾക്കുന്നത്. അത് തന്നെ. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ മറുപടി റെഡിയാക്കി വെക്കും. അവരുടെ സംസാരം എങ്ങനെയെങ്കിലും ഒന്ന് നിന്നാൽ മതി നമ്മുടെ പോയിന്റ് പറയാൻ. ശരിയാണ്. ഹെമിംഗ്വേയും പറഞ്ഞിട്ടില്ലേ, ആളുകൾ സംസാരിക്കുമ്പോൾ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ. മിക്കവരും അത് ചെയ്യാറില്ലാന്ന്. അതെ, ഇതിൽ പറയാത്ത കാര്യങ്ങൾ കേൾക്കുന്നതും ഉൾപ്പെടുന്നുണ്ട്. ഒരാളുടെ ശരീരഭാഷ, മുഖത്തെ ഭാവങ്ങൾ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. യെസ്. ഷാനൻ എൽ ആൾഡർ പറഞ്ഞിട്ടുണ്ട്, ആശയവിനിമയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാത്തത് കേൾക്കുക എന്നതാണ്. ജോർജ് ബെർണാഡ് ഷായുടെ ഒരു നിരീക്ഷണമുണ്ട് ഇതിനെപ്പറ്റി. ആശയവിനിമയത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അത് നടന്നു കഴിഞ്ഞു എന്ന മിഥ്യാധാരണയാണ്. നമ്മൾ സംസാരിച്ചു, അവരെ കേട്ടു, അപ്പോ കാര്യം കഴിഞ്ഞു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ആ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഫീഡ്ബാക്ക് തേടുന്നതുമൊക്കെ സഹായിക്കും. ശരിയാണ്. ഇനി നമുക്ക് ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് വരാം. എവിടെയാണ് ഈ ആശയവിനിമയത്തിന് ഏറ്റവും പ്രാധാന്യമെന്ന് നോക്കാം. രക്ഷാകർതൃത്വം, പാരന്റിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. കാരണം ഇവിടെ നമ്മളുടെ ലക്ഷ്യം കുട്ടിയുടെ വളർച്ചയും ഭാവിയുമാണ്. തുറന്നതും സത്യസന്ധവുമായ ഒരു സംഭാഷണം കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തും. വൈകാരിക ബുദ്ധി, അതായത് ഇമോഷണൽ ഇന്റലിജൻസ്, അതും വളർത്തും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് അതല്ലല്ലോ. മാതാപിതാക്കൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, കുട്ടി അത് പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നിട്ട് നിർദ്ദേശങ്ങൾ പാലിക്കാതെ വരുമ്പോൾ ദേഷ്യവും നിരാശയും. ഇത് ഒഴിവാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. കുട്ടികൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക, ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ പറഞ്ഞതിൽ നിനക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയ കാര്യം എന്താണ് എന്ന് ചോദിക്കുന്നതാണ്. ശരിയാണ്. അപ്പൊ അവർക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് നമുക്കറിയാം. അതെ. കൗമാരപ്രായമാകുമ്പോൾ ഇത് കൂടുതൽ സങ്കീർണമാകും. കൂട്ടുകാരുടെ, സോഷ്യൽ മീഡിയയുടെയുമൊക്കെ സ്വാധീനം കൂടും. അപ്പോൾ ആശയവിനിമയം കൂടുതൽ പ്രധാനമാകും. തീർച്ചയായും. ഡോക്ടർ ലൂയിസ് ഹാർട്ട് പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമാണ്. നമ്മൾ നമ്മുടെ കുട്ടികളെ രൂപപ്പെടുത്തിയില്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒരു താൽപ്പര്യവുമില്ലാത്ത ബാഹ്യശക്തികൾ അവരെ രൂപപ്പെടുത്തും. അതെ, അത് വളരെ ശരിയാണ്. എന്ത് തെറ്റുപറ്റിയാലും വീട്ടിൽ വന്ന് തുറന്നു പറയാനുള്ള ഒരു സേഫ്റ്റി അതവർക്ക് കൊടുക്കണം. അതെ, ആ ഒരു സുരക്ഷിതത്വം. ഇനി വ്യക്തിബന്ധങ്ങളുടെ കാര്യമെടുത്താലോ?
ചെറിയ തെറ്റിദ്ധാരണകൾ പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട്. അവിടെ പലപ്പോഴും ഈഗോ ഒരു വില്ലനായി വരും. ഞാൻ എന്തിന് ആദ്യം സംസാരിക്കണം എന്ന ചിന്ത. ശരിയാണ്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ഈഗോ ഒന്ന് മാറ്റിവെച്ച് ആ ബന്ധത്തിന് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുക എന്നതാണ് പ്രധാനം. തെറ്റിദ്ധാരണകൾ പരിഹരിക്കാൻ ധൈര്യം കാണിക്കുന്നത്, സഹാനുഭൂതിയോടെ സംസാരിക്കുന്നത്, അതൊക്കെ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുകയുള്ളൂ. ഇനി ജോലിസ്ഥലത്തേക്ക് വന്നാലോ, അവിടെ ആശയവിനിമയത്തിന്റെ പങ്ക് വളരെ വലുതാണ്. വാറൻ ബഫറ്റിന്റെ ജീവിതം തന്നെ അതിനൊരു വലിയ ഉദാഹരണമല്ലേ? തീർച്ചയായും. ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഒരാളായ അദ്ദേഹത്തിന് ഒരു കാലത്ത് പൊതുവേദികളിൽ സംസാരിക്കാൻ വലിയ പേടിയായിരുന്നു. ആണോ? അതെ. അദ്ദേഹം പിന്നീട് ഒരു പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് ചെയ്തതാണ് തന്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയതെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രശസ്തമായൊരു വാചകമുണ്ട്. എന്താണത്? നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുക. നിങ്ങളുടെ മൂല്യം ഒരു 50% വർദ്ധിപ്പിക്കാനുള്ള ഒരു എളുപ്പവഴി ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്തുക എന്നതാണ്. കൊള്ളാം. ഇത് നേതൃത്വത്തിലും വളരെ നിർണായകമാണല്ലോ. വിൻസ്റ്റൺ ചർച്ചിൽ, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, മഹാത്മാഗാന്ധി ഇവരൊക്കെ അവരുടെ ആശയങ്ങൾ കൊണ്ട് ജനങ്ങളെ സ്വാധീനിച്ചവരല്ലേ? അതെ. ജെയിംസ് ഹ്യൂംസ് പറഞ്ഞിട്ടുണ്ട്, ആശയവിനിമയത്തിന്റെ കലയാണ് നേതൃത്വത്തിന്റെ ഭാഷ എന്ന്. ഒരു ലീഡർക്ക് തന്റെ ആശയം വ്യക്തമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ ആശയത്തിന് തന്നെ പ്രസക്തിയില്ലാതാകും. ഗിൽ അമേലിയോ പറഞ്ഞതും ഇതുപോലൊരു കാര്യമാണ്. ഒരു നേതാവിന് ഒരു സന്ദേശം വ്യക്തമായി നൽകാനും മറ്റുള്ളവരെ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കാനും കഴിയുന്നില്ലെങ്കിൽ ഒരു സന്ദേശം ഉണ്ടായിട്ട് പോലും കാര്യമില്ലെന്ന്. അതുതന്നെ. അപ്പോ ഈ കഴിവ് മെച്ചപ്പെടുത്താൻ നമുക്കെന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇത് ജന്മനാ കിട്ടുന്ന ഒന്നല്ലല്ലോ, അല്ലേ? ഒരിക്കലുമല്ല. ഇതിന് ചിട്ടയായ പരിശീലനം ആവശ്യമാണ്. നമുക്ക് ചില പ്രായോഗികമായ വഴികൾ നോക്കാം. പറയൂ. 1. വായനാശീലം വളർത്തുക. നല്ല പുസ്തകങ്ങൾ, ജീവചരിത്രങ്ങളൊക്കെ വായിക്കുന്നത് നമ്മുടെ പദസമ്പത്തും ചിന്താശേഷിയും വർദ്ധിപ്പിക്കും. ഓക്കേ. 2. ശ്രദ്ധയോടെ കേൾക്കുക. വാർത്തകൾ, പോഡ്കാസ്റ്റുകൾ, നല്ല പ്രസംഗങ്ങൾ ഇതൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. കേൾക്കുന്നതും ഒരു പരിശീലനമാണ്. അതെ. പിന്നെ പദസമ്പത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാം. ഒരു ദിവസം ഒരു പുതിയ വാക്ക് പഠിക്കാൻ ശ്രമിക്കുന്നത് പോലും നല്ലതാണ്. ശരിയാണ്. പിന്നെ പരിശീലനം. സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും സംസാരിച്ച് പരിശീലിക്കാം. എഴുതുന്നതും ചിന്തകളെ ചിട്ടപ്പെടുത്താൻ സഹായിക്കില്ലേ? തീർച്ചയായും. എഴുത്ത് വളരെ നല്ലൊരു ടൂളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെറ്റുകളെ ഭയക്കാതിരിക്കുക എന്നതാണ്. തെറ്റുകൾ സ്വാഭാവികമാണ്. മറ്റുള്ളവരിൽ നിന്ന് ഫീഡ്ബാക്ക് ചോദിച്ച് സ്വയം മെച്ചപ്പെടുത്തണം. വളരെ നല്ല നിർദ്ദേശങ്ങളാണ്. നമ്മൾ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി. എപ്പോൾ സംസാരിക്കണമെന്നറിയുന്നത് പോലെ തന്നെ പ്രധാനമാണ് എപ്പോൾ മിണ്ടാതിരിക്കണമെന്നറിയുന്നതും, അല്ലേ? തീർച്ചയായും. സെനക്ക പറഞ്ഞിട്ടുണ്ട്, സംസാരിക്കാനുള്ള സമയവും നിശബ്ദത പാലിക്കാനുള്ള സമയവും അറിയുന്നത് ഒരു വലിയ കാര്യമാണ്. ഒരിക്കൽ എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന പഴഞ്ചൊല്ല് ഓർമ്മ വരുന്നു. അതെ. ഹെമിംഗ്വേയുടെ ഒരു രസകരമായ വാചകമുണ്ട്. സംസാരിക്കാൻ പഠിക്കാൻ 2 വർഷം മതി, എന്നാൽ 60 വർഷം വേണം നിശബ്ദനായിരിക്കാൻ പഠിക്കാൻ. കൊള്ളാം. വാക്കുകളുടെ വിലയെക്കുറിച്ചുള്ളൊരു വലിയ ഓർമ്മപ്പെടുത്തലാണത്. ദേഷ്യം വരുമ്പോഴും വിഷമിച്ചിരിക്കുമ്പോഴും നമ്മൾ പറയുന്ന വാക്കുകൾ. അതെ, അത് പിന്നീട് നമ്മളെ തന്നെ വിഷമിപ്പിക്കാറുണ്ട്. ശരിയാണ്. ഭാഷ എന്നത് മനുഷ്യന് കിട്ടിയ ഒരു വലിയ വരദാനമാണ്. അത് വെറുപ്പും തെറ്റിദ്ധാരണകളും പരത്താനല്ല, മറിച്ച് പ്രചോദിപ്പിക്കാനും ഒന്നിപ്പിക്കാനും അറിവ് പങ്കുവയ്ക്കാനുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. തീർച്ചയായും. നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പറയൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാക്ക് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ നിമിഷം ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു പോയൊരു സന്ദർഭം ഓർത്തുനോക്കൂ. ആ ഒരൊറ്റ മാറ്റം ആ സാഹചര്യത്തെ എത്രത്തോളം വ്യത്യസ്തമാക്കുമായിരുന്നു?